എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഇനി തൊട്ട് ഞാൻ ഒരു കാര്യത്തിലും സംസാരിക്കില്ലെന്ന്. ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്, ഇനിയും പാലിക്കും. സോ ഐ റെസ്പെക്ട് ദി വേർഡ്സ് സ്പോക്കൺ ബൈ മൈ ഡോട്ടർ. 100% ഐ റെസ്പെക്ട്. ബട്ട് എന്ത് പറഞ്ഞാലും എന്റെ ചോര തന്നെയാണ്. സോ അതിനെക്കുറിച്ച് തർക്കിക്കാനോ അതിനെക്കുറിച്ച് 4 പേര് സംസാരിക്കാനോ നിൽക്കരുത്. എന്റെ ചോര, മൈ ഡോട്ടർ. ഞാൻ മാറി നിൽക്കുന്ന പറഞ്ഞത്. ഞാൻ മാറി നിൽക്കുന്ന സമയത്ത് എല്ലാവരും വന്ന് അഭിപ്രായം പറയുന്നത് വി ഹാവ് ടു റെസ്പെക്ട്. அந்த വീഡിയോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഐ ഫോട്ട് ഫോർ 10 years. 10 വർഷം ഞാൻ ഫൈറ്റ് ചെയ്തു. ഞാൻ സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ മാർഗവും നോക്കിയതാ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർഗവും ഞാൻ നോക്കിയതാ. സോഷ്യൽ മീഡിയ മാത്രമല്ല, ബിക്കോസ് ഐ ലവ് ട്രൂലി. ബട്ട് ഒരു സിറ്റുവേഷനിൽ അവർ തന്നെ അത് ഹർട്ടാവുന്നുണ്ടെന്ന് പറയുമ്പോൾ വി ഹാവ് ടു റെസ്പെക്ട് ദ വേർഡ്സ്. പറഞ്ഞ വാക്കായിരിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ 3 ദിവസമായിട്ട് ആരാണ് ക്യാമ്പയിനിങ് നടത്തുന്നത്? സത്യമായിട്ട് എന്നെ വിളിച്ച ഒരു മീഡിയക്കും ഇന്റർവ്യൂ ഇല്ലെന്നും പറഞ്ഞു. ഞാൻ കൊടുക്കില്ല. ഇതിനെക്കുറിച്ച് ആര് ഇനി ചോദിച്ചാലും ഞാൻ നാവ് തുറന്ന് ഒന്നും സംസാരിക്കില്ല. ബട്ട് ആരിനെ അറിയാത്ത ആളുകൾ കുറേ പേര് വന്നിട്ട് ഈ ടോപ്പിക് എടുത്ത് വീഡിയോ ഇട്ട് ഒക്കെ സംസാരിക്കുന്നത് ജസ്റ്റ് ഫോർ ദർ പബ്ലിസിറ്റി. അവരെല്ലാവരും അവരുടെ കുടുംബത്തെ നോക്കട്ടെ. ഒരു ബോക്സിംഗ് മാച്ച് നടക്കുന്നുണ്ട്. ആ മാച്ച് ഫൈറ്റ് ചെയ്തു ഫോർ മൈ ലവ്. ഞാൻ കളി നിർത്തി. ഐ സ്റ്റോപ്ഡ്. ഞാൻ എന്റെ ഗ്ലൗസ് ഊരി കൊടുത്ത് ഞാൻ ഇറങ്ങിപ്പോയി. പോയ ശേഷം അറേനയിൽ വന്നിട്ട് ഞാൻ ഇത് ചെയ്യും അത് ചെയ്യും പറഞ്ഞാൽ എന്താ? ഞാൻ പോയി. ആൽറെഡി ഐ എം ഗോൺ. ഡോണ്ട് വറി, എല്ലാം നന്മയ്ക്ക്. ഞാൻ മടങ്ങുവാണ്. എല്ലാം നന്മയ്ക്ക്. പ്ലീസ് റെസ്പെക്ട് മൈ ഡോട്ടേഴ്സ് വേർഡ്സ്. ഞാനേ നിർത്തി. കുറച്ച് ചെറിയ ആളുകളൊക്കെ കയറി വന്ന് കുറേ വീഡിയോസ് അവരുടെ എക്സ്പീരിയൻസിനൊക്കെ പറയുന്നുണ്ട്. അതും കൂടെ പാപ്പ ഹർട്ടാവില്ലേ? അവർക്ക് ഹർട്ടാവില്ലേ? എന്നെ വിട്ടേക്ക്. ഐ എം കീപ്പിംഗ് അപ്പ് മൈ വേർഡ്സ്. എന്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്. നിങ്ങളും പാലിക്കുന്നത് ന്യായമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കുക. നിർത്തുക. ഞാൻ പറയുന്നതിൽ അർത്ഥമുണ്ട്. നിർത്തുക. ഞാൻ മടങ്ങിത്തരാം. താങ്ക് യു ഓൾ. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളിലായി മുൻ ഭാര്യ അമൃത സുരേഷുമായും മകൾ അവന്തികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ചൊല്ലി നിരന്തരം നടൻ ബാല വീഡിയോകൾ പങ്കുവയ്ക്കുകയും അഭിമുഖങ്ങൾ നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു. അവയിൽ മിക്കതിൽ അമൃതയും കുടുംബത്തെയും മോശമായി ചിത്രീകരിച്ചാണ് ബാല സംസാരിക്കാറുമുണ്ടായിരുന്നത്. മകൾ തന്റെ അടുത്തേക്ക് വരാത്തതിന് പിന്നിലും തനിക്ക് കാണാൻ സാധിക്കാത്തതിന് പിന്നിലും അമൃതയാണ് എന്നാണ് ബാല ആരോപിച്ചിരുന്നത്. നിരന്തരമായി അമ്മയ്ക്കെതിരെ അച്ഛൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് 4 ദിവസം മുൻപ് മകൾ അവന്തിക തന്നെ ബാലയ്ക്കെതിരെ രംഗത്തും എത്തിയിരുന്നു. അച്ഛനായ ബാലയെ കാണാനോ സംസാരിക്കാനോ ആ ഒരു സ്നേഹം അനുഭവിക്കാനോ താല്പര്യമില്ല എന്നാണ് അവന്തിക വീഡിയോയിൽ പറഞ്ഞത്. തന്നെയും അമ്മയും സമാധാനമായി ജീവിക്കാൻ അനുവദിക്കണമെന്നുമാണ് അവന്തിക വീഡിയോയിലൂടെ ആവശ്യപ്പെട്ടിരുന്നത്. മകളുടെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇതുവരെ പറയാതെ മൂടി വെച്ചിരുന്ന പല കാര്യങ്ങളും അമൃതയും വെളിപ്പെടുത്തി രംഗത്തുമെത്തി. ബാലയിൽ നിന്നും കൊടിയ പീഡനം അനുഭവിച്ചതുകൊണ്ടാണ് താൻ വിവാഹമോചനം നേടിയത് എന്നാണ് അമൃത പറഞ്ഞത്. അമൃത മാത്രമല്ല, ബാലയിൽ നിന്നുമുണ്ടായ മോശം അനുഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് നടന്റെ മുൻ ഡ്രൈവറും രംഗത്തും എത്തിയിരുന്നു. അമൃത ബാലയിൽ നിന്നും അനുഭവിച്ച പീഡനങ്ങൾ അറിയാവുന്നവരും അമൃതയ്ക്ക് വേണ്ടി സംസാരിച്ചും എത്തിയിരുന്നു. മകളുടെ വീഡിയോ പുറത്തു വന്ന ശേഷം ഒരിക്കൽ മാത്രമാണ് ബാല വീഡിയോയുമായി എത്തിയത്. ഇനി ഒരിക്കലും താൻ മകളെ വിഷമിപ്പിക്കില്ല എന്നാണ് ബാല ഇമോഷണലായി അന്ന് പറഞ്ഞത്. ഇപ്പോഴിതാ താനും അമൃതയുമായുള്ള പ്രശ്നം വലിയ ചർച്ചയായതോടെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബാല. തങ്ങളുടെ വിഷയം കണ്ടന്റാക്കി എടുത്ത് വീഡിയോ ചെയ്യുന്നവരോട് അത് അവസാനിപ്പിക്കാനാണ് പുതിയ വീഡിയോയിലൂടെ ബാല ആവശ്യപ്പെട്ടത്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇനി തൊട്ട് ഒരു കാര്യത്തിലും സംസാരിക്കില്ല എന്ന്.
ആ ഒരു വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്, ഇനിയും പാലിക്കും. എന്റെ മകൾ പറഞ്ഞ വാക്കുകളെ ഞാൻ ബഹുമാനിക്കുന്നു. എന്ത് പറഞ്ഞാലും എന്റെ ചോര തന്നെയാണ് അവൾ. അതുകൊണ്ട് അതേക്കുറിച്ച് തർക്കിക്കാനോ 4 പേര് സംസാരിക്കാനോ നിൽക്കരുത്. എന്റെ ചോര, എന്റെ മകൾ, ഞാൻ മാറി നിൽക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ മാറി നിൽക്കുന്ന സമയത്ത് എല്ലാവരും വന്ന് അഭിപ്രായം പറയുന്നത് നമ്മൾ ആ വാക്കുകൾ റെസ്പെക്ട് ചെയ്യണം. 10 വർഷം ഞാൻ ഫൈറ്റ് ചെയ്തു. ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർഗവും നോക്കിയതാണ്. സോഷ്യൽ മീഡിയ മാത്രമല്ല അതിന് കാരണം, ഞാൻ ആത്മാർത്ഥമായാണ് സ്നേഹിച്ചത് എന്നതാണ്. ഒരു സിറ്റുവേഷനിൽ അവർ തന്നെ അത് ഹേർട്ടാകുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ വാക്കുകൾ നമ്മൾ ബഹുമാനിക്കണം. പറഞ്ഞ വാക്ക് വാക്കായിരിക്കും. ഇത് പറഞ്ഞിട്ട് 3 ദിവസമായിട്ട് ആരാണ് ക്യാമ്പയിനിങ് നടത്തുന്നത്? എന്നെ വിളിച്ച് ഒരു മീഡിയയ്ക്ക് അഭിമുഖം തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഇനി ആര് ചോദിച്ചാലും വാ തുറന്ന് ഒന്നും ഞാൻ സംസാരിക്കില്ല. പക്ഷേ ആരെന്ന് പോലും അറിയാത്ത ആളുകൾ വന്ന് ഈ ഒരു ടോപ്പിക് എടുത്ത് വീഡിയോ ഇട്ട് സംസാരിക്കുന്നത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. അവരെല്ലാവരും അവരുടെ കുടുംബത്തെ നോക്കട്ടെ. ഞാൻ കളി നിർത്തി, വിഷമിക്കേണ്ട, എല്ലാം നന്മയ്ക്കാണ്. ഞാൻ മടങ്ങുവാണ്. ദയവ് ചെയ്ത് എന്റെ മകളുടെ വാക്കുകൾക്ക് റെസ്പെക്ട് കൊടുക്കണം. ഞാൻ നിർത്തിയല്ലോ. ചില ആളുകൾ വന്ന് അവരുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതും പാപ്പുവിനെ വേദനിപ്പിക്കുകയല്ലേ? എന്നെ വിട്ടേക്കൂ. ഞാൻ എന്റെ വാക്കുകൾ പാലിക്കുന്നുണ്ട്. നിങ്ങളും പാലിക്കുന്നതല്ലേ ന്യായം? ചിന്തിച്ചു നോക്കി നിർത്തുക എന്നതാണ് ബാല പുതിയ വീഡിയോയിൽ പറഞ്ഞത്. എന്നാൽ പഴയതുപോലെ തന്നെ നടനെ പിന്തുണയ്ക്കുന്നവരുടെ കമന്റ് ബോക്സിൽ കാണാനില്ല. കൂടുതലും ഹെയ്റ്റ് കമന്റുകളാണ് ഇപ്പോൾ വീഡിയോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും.